നവാഗതനായ ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത സിനിമയാണ് ധീരൻ. സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത് രാജേഷ് മാധവൻ. രാജേഷ് മാധവനെ അവിടെ നായകനായിട്ട് നിർത്തിക്കൊണ്ട് സിനിമയിൽ ഒരു വലിയൊരു താരനിര, പഴയ നമ്മളെ വിൻറ്റേജ് നിത്യഹരിത യൗവന കാമുകന്മാരെല്ലാം വന്നിട്ടുണ്ട്. ജഗദീഷ്, സുധീഷ്, അശോകൻ, അതുപോലെ തന്നെ മനോജ് കെ ജയൻ, ഇവരെല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ പുലിവാൽ കല്യാണം പോലെ നായകനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഈ ബാക്കിയുള്ളവരുടെ ഒരു അഴിഞ്ഞാട്ടം ആയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. അത്രയ്ക്ക് ഒരു ഭയങ്കര ഭീകര സാധനമൊന്നുമില്ല. പക്ഷേ നൈസാണ്. കുറേ കോമഡികൾ ചിരിപ്പിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സുധീഷിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. സുധീഷിൻ്റെ നൈസ് പരിപാടി, കുറേ സിറ്റുവേഷൻ കോമഡികൾ. അതുപോലെ അശോകൻ ഇപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും അയാൾ കോഴിത്തരം കാണിക്കായി അയാൾക്ക് പ്രായം ഒരു തടസ്സമില്ലാതെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നല്ല കിടിലായിട്ട് അശോകൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനോജ് കെ ജയൻ്റെ ഒരു സാധനമുണ്ട്, അത് അവസാനം വരുമ്പോഴാണ് കിടുവായിരുന്നു. പിന്നെ ജഗദീഷ് ചേട്ടൻ ഓഫ് കോഴ്സ് ഒരു സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ്, കോമഡി പരിപാടിയല്ല. പുള്ളിക്കാരൻ ഒരു പഞ്ചായത്ത് മെമ്പർ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ ഇത് നല്ല രീതിയിൽ ആ ബോഡി ലാംഗ്വേജിലും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജേഷ് മാധവൻ, അയാൾ ഒരു വലിയ ഒരു നിർഗുണ കഥാപാത്രമായിട്ടൊക്കെ നമുക്ക് തോന്നും. തുടക്കത്തിലൊക്കെ പോർട്രേ ചെയ്ത് വരുമ്പോഴേക്കും ഇവൻ എന്തിനാണ്, ഇവൻ ഉടായിപ്പാണോ എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ നമുക്ക് നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇയാൾ മറ്റുള്ളവർക്ക് പറയാതെ അടക്കി വയ്ക്കുന്ന ഒരു പെയിൻ ഉണ്ട് ഇയാൾക്ക്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒരു സീൻ പോലും അതങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നില്ല, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യും. അത്രയും ഗംഭീരമായിട്ടാണ് ഇയാൾ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഇത് പണ്ടത്തെ പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ പടങ്ങൾ പോലെ കുറേ സെറ്റപ്പ് ചെയ്ത് വയ്ക്കുന്നു. കുറേ കഥാപാത്രങ്ങൾക്ക് ക്യാരക്ടർ രജിസ്റ്റർ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പ്രത്യേകതകളൊക്കെ കൊടുത്ത് കുറേ സിറ്റുവേഷൻ സിനാരിയോ ഒക്കെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പേ ഓഫ് ആയിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോവുകയാണ്. ആ സെറ്റപ്പും പേ ഓഫൊക്കെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. രാജേഷ് മാധവൻ നാട്ടുകാരെയും വീട്ടുകാരെയും വെറുപ്പിക്കലൊക്കെ സമ്പാദിച്ചുകൊണ്ട് നാട് വിട്ടു പോയിട്ട്, ഇപ്പോൾ പണ്ടത്തെ സിനിമയിലൊക്കെ നാട് വിട്ടു പോയി ബോംബെ പോയിട്ട് അധോലോക നേതാവാണ് നായകൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അധോലോക നേതാവൊന്നും ആവില്ല, പക്ഷേ ഏതാണ്ട് അതുപോലത്തെ ഒരാളുടെ അടുത്ത് ചെന്ന് പെടുകയാണ്. വിനീത് കാസർഗോഡൻ കാക്കയായിട്ടൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നാട്ടുകാരെയൊക്കെ കാണിച്ച് പോകുന്നു. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത. സുധീഷ് ഒരു കള്ളത്തരം, പക്ഷേ ആൾക്കാർ ഇതുവരെ പിടിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു കള്ളൻ. സുധീഷിൻ്റെ ചേട്ടനായിട്ട് അശോകൻ വരുന്നുണ്ട്. അശോകൻ ഒരു അമ്മാവൻ, ടിപ്പിക്കൽ അമ്മാവൻ സെറ്റപ്പ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജഗദീഷ് വാർഡ് മെമ്പർ. അങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ അഭിറാമാണ് ഇദ്ദേഹത്തിൻ്റെ അളിയൻ, രാജേഷ് മാധവൻ്റെ അളിയൻ, പാട്ടുകാരനായിട്ട് നൈസായിരുന്നു കേട്ടോ പുള്ളി. അങ്ങനെ കുറച്ച് പേരെ പരിചയപ്പെടുത്തി ഈ ഗ്രാമം പരിപാടികൾ, അവരുടെ കൾച്ചർ അതൊക്കെ കാണിച്ച് മുന്നോട്ട് പോയിട്ട് പിന്നെ ഇവർ തമിഴ്നാട്ടിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ഈ നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം കൂടി ഒരു ആംബുലൻസിനകത്ത് കയറ്റി അങ്ങോട്ട് വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് നടക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞത് ഇതൊരു ഭയങ്കരമായിട്ട് അടുത്തെന്ത് എന്നുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഏറെക്കുറെ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. പക്ഷേ അത് രസമായിരുന്നു. അവിടെ തന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും ഇദ്ദേഹം വരികയാണ്, നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ. നൈസ് ക്യാരക്ടറായിരുന്നു. ഫുൾ എൻ്റർടൈൻമെൻറ്റ് ജീവിതം ആക്കിയ ഒരാൾ. അവിടെ തമിഴ്നാട്ടിൽ ശ്രീകൃഷ്ണ ദയാൽ, അതായത് നമ്മുടെ ഇവനെ പോലെ എസ് ജെ സൂര്യ പോലെ ഇരിക്കുമോ കുട്ടിലും പെർഫോമൻസ്. അവൻ്റെ അടുത്ത് നിന്ന് അവന്മാരെല്ലാം പെടുകയാണ്. പിന്നെ അവിടെ നിന്ന് നിൽക്കുമോ നിലനിൽക്കുമോ അതൊക്കെയാണ് സിനിമയിൽ പറയണത്. ഞാൻ പറഞ്ഞില്ല, നൈസാണ്. നമുക്ക് പടം താഴ്ന്ന് ലാങ്കടിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കോമഡി, ഇപ്പോൾ ഇവർ ഒന്നിൽ അഭിറാം, ഇല്ലെങ്കിൽ സുധീഷ്, ഇല്ലെങ്കിൽ അശോകൻ, അവരൊക്കെ ചേർന്ന് ഒന്ന് പൊക്കി പടത്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിയൊന്നുമില്ല. നല്ല എൻ്റർടൈനിങ് ആയിട്ട് ഈ സിനിമ കണ്ടു തീർക്കാം. ക്ലൈമാക്സും അത്യാവശ്യം നല്ലതായിരുന്നു. ശബരീഷ് ആംബുലൻസ് ഡ്രൈവറായിട്ട് സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാ അഭിനേതാക്കളും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു നായിക എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത് അശ്വതി മനോഹരനാണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഇന്ദുമതി മണികണ്ഠൻ, മെയ്യഴകനിലൊക്കെ ഉള്ള ഇന്ദുമതി മണികണ്ഠൻ, ഇവരൊക്കെയാണ് പിന്നീട് അഭിനയിച്ചിരിക്കുന്നത്. വേറെ കുറേ പേരുണ്ട് സിനിമയിൽ. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് നമ്മുടെ ലോഹിതദാസ് സാറിൻ്റെ മകനായിട്ടുള്ള ഹരികൃഷ്ണൻ ലോഹിതദാസാണ്. നല്ല വർക്കായിരുന്നു. അതുപോലെ BGM സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത് മുജീദ് മജീദ് പുള്ളിക്കാരനാണ്. നല്ല സിനിമയോട് ചേർന്നിരിക്കുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം. പിന്നെ ഈ സിനിമയിൽ കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് എന്ന് പറഞ്ഞാൽ കുട്ടികളെയും കൊണ്ടൊക്കെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കിസിങ്ങും കുറച്ച് സീനുകളൊക്കെ ഉണ്ട് പടത്തിൽ. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോടെ, കഴപ്പിന് പുതിയ ഡെറിവേഷൻ മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പടത്തിൽ. ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, ലവ് അല്ല, ലസ്റ്റ്. എന്തൊക്കെ ഫ്രീക്ക് പേരിട്ട് വിളിച്ചാലും കഴപ്പ് എന്നടേ മറ്റേത് സമൂഹം പ്രോഗ്രസീവ് ആവാത്തതിൻ്റെ കുഴപ്പമാണ് മോളെ. അതൊക്കെ ശരിയാവും മോനെ. ഭർത്താവ് കൊള്ളാം, നല്ല സിനിമയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് നല്ല രസമുണ്ട്. ഇതൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ പറയണവന്മാരെയൊക്കെ പിടിച്ച് സദാചാര ഗുണ്ടകളൊക്കെ ആക്കാം. നമുക്ക് അല്ലാതെ നമ്മുടെ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ വരുമ്പം നമുക്ക്
അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുക അവന്മാരൊക്കെ സദാചാര ഗുണ്ടകളാണെന്നുള്ളത്. കുഴപ്പമില്ല, നല്ലത് തന്നെ കാണിച്ചോ. എന്തരാ വരട്ടെ ഏട്